ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ BBA മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയുന്ന പോലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് വാട്ട് യു മെൻ ബൈ മാർക്കറ്റിംഗ് മയോപ്പിയ. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു നാരോ മൈൻഡഡ് അപ്രോച്ചാണ്. കാരണം കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കല്ലാതെ പ്രൊഡക്ട്സ് സർവീസസ് എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു അപ്രോച്ചാണ് എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോൾസെയിലറുടെ അടുത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് സാധനങ്ങൾ കൈമാറുന്ന ടീമിനെയാണ് ഇത് പറയുന്നത് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പ്രൊഡക്ട്സുകളെ കുറിച്ച് സർവീസസിനെ കുറിച്ചിട്ടൊക്കെ വിവിധ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതിന് TV, അതേ റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നു. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ബ്രാൻഡിനുള്ള വാല്യൂ ആണ് എന്ത് പറയുന്നത് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് സെല്ലിംഗ് ആണ്. സെയിൽസ്മാൻ ഡയറക്റ്റ് ആയിട്ട് ഓരോ കസ്റ്റമേഴ്സിനെയും കണ്ട് പ്രൊഡക്ട്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് വിൽക്കുന്നതിനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് അൾട്ടിമേറ്റ് കൺസംഷൻ ഏരിയയിലേക്ക് എത്തുന്ന ആ പാത്തിനെ നമുക്ക് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ദെൻ ലിസ്റ്റ് ഔട്ട് ദ സ്റ്റേജസ് ഓഫ് PLC. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ്. ദെൻ അടുത്ത വാട്ട് യു മെൻ ബൈ ബൈയിങ് മോട്ടീവ്. ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഡ്രൈവ്സുകൾ. അതാണ് എന്ത് പറയുന്നത് ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ കോമ്പണൻസ് ഓർ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ അത് മാർക്കറ്റിംഗ് മിക്സിന്റെ കോമ്പണൻസിന് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതായിരിക്കും. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഏത് തരം സാധനം സെലക്ട് ചെയ്യുന്നു, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം ആണ് എന്ത് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കറ്റിനെ വിവിധ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാക്കി തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് സെഗ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സുകളെയാണ് എന്ത് പറയുന്നത് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്തത് സ്കിമ്മിംഗ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പ്രൊഡക്ട്സ് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഏറ്റവും കൂടിയ നിരക്കിൽ അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്കിമ്മിംഗ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സിനെ ഇമെയിലിലൂടെ കണക്ട് ചെയ്തിട്ട് അവരെ ബ്രാൻഡ് അവയർനെസ്സിനെ കുറിച്ചും അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതുമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ദെൻ ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വിഷ്വൽ ആയിട്ടുള്ള എലമെന്റ്സ്. ദാറ്റ് മീൻസ് ഒരു സിമ്പിൾ ആവാം, അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കാം. അത് ഒരു കമ്പനിയുടെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള സിമ്പിൾസിനെ നമുക്ക് ബ്രാൻഡ് മാർക്ക് എന്ന് പറയാം. ഒന്നാമത്തെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റ് ഔട്ട് ദ വാരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് പാക്കേജിങ്. പാക്കേജിങ് നമ്മുടെ പ്രൊഡക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യും. ദെൻ അടുത്തത് അത് കേടുവരാതെ സൂക്ഷിക്കും. കോസ്റ്റ് ഡിക്രീസ് കോസ്റ്റ്. ദെൻ അടുത്തത് കൺസ്യൂമേഴ്സിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈജീൻ ആക്കി വെക്കുന്നുണ്ട്, എക്കോണമിയാണ്. ദെൻ പ്രിവെന്റീവ് മെഷർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ദെൻ വാട്ട് ആർ ദി വാരിയസ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, പ്രൊമോഷണൽ, ക്യാഷ് ഡിസ്കൗണ്ട്. ദെൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഇ മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസമാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ട്രഡീഷണൽ ഡിവൈസസ്, ഇവിടെ മോഡേൺ ഡിവൈസസ്. ഇതിന് ലിമിറ്റഡ് ഇൻട്രാക്ഷനെ കസ്റ്റമേഴ്സുമായിട്ട് വരുന്നുള്ളൂ, ഹയർ ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഹൈ ആയിരിക്കും, ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോ ആയിരിക്കും. ദെൻ കോസ്റ്റ് ഓഫ് കളക്ടിങ് മാർക്കറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹയർ കോസ്റ്റ് വരും, ഇവിടെ ലോ കോസ്റ്റ് വരും. ബ്രോഡ്കാസ്റ്റിന് സെയിം മെസ്സേജ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു. കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ ഇവിടെ പാർട്ട്ണർ ആണ്, ഇവിടെ സെഗ്മെന്റേഷൻ ബേസ് ആണ്, ഇവിടെ കമ്മ്യൂണിറ്റി
ബേസ് ആണ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് വാരിയസ് പാട്രണേജ് ബൈങ് മോട്ടീവ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൈസ്, ലൊക്കേഷൻ, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, വെറൈറ്റി, സർവീസസ്, ദെൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഓണർ ഓർ ദി സെയിൽസ്മാൻ. ദെൻ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്, പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, product pricing, distribution, promotion, sales, after sales. Then list out any 5 differences between organized and unorganized retailing. Organized unorganized retailing തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓർഗനൈസ്ഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു റെഗുലേഷൻ ഉണ്ടായിരിക്കില്ല. ഇവിടെ ബോണസ് ആക്ട്, ഫാക്ടറീസ് ആക്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കും. അത്തരം നിയമങ്ങളൊന്നും ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഉണ്ടാവില്ല. ഗവൺമെന്റ് റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടി വരും. ഇത്തരം ഗവൺമെന്റ് റൂൾസ് ഉണ്ടാവില്ല. ദെൻ റെഗുലർ മന്ത്ലി സാലറി എന്ത് ചെയ്യും, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഡെയിലി വേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. കമ്പാരിറ്റീവ്ലി വർക്കിംഗ് അവേഴ്സ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സാലറി ഗവൺമെന്റ് എത്രയാണോ ഫിക്സ് ചെയ്ത് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. കമ്പാരിറ്റീവ്ലി ലെസ് സാലറി ആയിരിക്കും. ദെൻ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മെത്തേഡ്സ്, അതായത് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്ലസ് അതിനോട് കൂടെ ആഡ് ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അതും കൂടി ആഡ് ചെയ്തിട്ട് അത് കൊടുത്താലാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. അതിൽ കോസ്റ്റ് പ്ലസ് ടാർഗറ്റ് പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം. MIS കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും അല്ലേ. ഒരു സിസ്റ്റമാണ്, കണ്ടിന്യൂ ആൻഡ് ഇന്ററാക്റ്റീവ് സ്ട്രക്ചറാണ്. അതിൽ പീപ്പിൾ ഉണ്ട്, എക്യുപ്മെന്റ് ഉണ്ട്, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഡാറ്റ അനാലിസിസ് ചെയ്യുക, സോർട്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ഏറ്റവും നല്ല ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. സോ MIS കൊണ്ട് നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, കോമ്പറ്റിറ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും, ബിസിനസ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കൺസ്യൂമർ ഓറിയന്റഡ് അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ MIS കൊണ്ട് കഴിയും. ദെൻ അടുത്തത് SA പോർഷൻ ആണ്. SA പോർഷനിൽ ഒന്ന് ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലർ ആണ്. നമ്മുടെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് ഇന്റർമീഡിയറി ആണ് ഹോൾസെയിലർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സർവീസസ്, ആർക്കുള്ള, റീറ്റെയിലേഴ്സിനോടുള്ള സർവീസസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലർ ആണ് ചോദിച്ചിട്ടുള്ളത്. അസംബ്ലിംഗ് ആൻഡ് ബൈയിങ് ഉണ്ട്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ഫൈനാൻസിങ്, റിസ്ക് ബിയറിംഗ്, ഗ്രേഡിംഗ്, പാക്കേജിങ്, ഡിസ്പേഴ്സിംഗ് ആൻഡ് സെല്ലിങ്, മാർക്കറ്റ് ഇൻഫോർമേഷൻ. ഇനി റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന സർവീസസും കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രോസസ്സ്? പ്രോസ്പെക്ടിംഗ് ഉണ്ട്, പ്രീ അപ്രോച്ച് ഉണ്ട്, പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, മാനേജിംഗ് ഒബ്ജെക്ഷൻസ്, സെയിൽ. Then merits of personal selling, flexibility and adaptability, minimum waste, acts as a feedback, creates lasting impression. ഇനി ലിമിറ്റേഷൻസും കൂടി എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് പറയാനുള്ളത് ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദ എവല്യൂഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട് എഴുതാൻ. അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഫസ്റ്റ് മോഡ്യൂളിലാണ് വരുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? അതിൻ്റെ എവല്യൂഷനിൽ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ദെൻ സെയിൽസ് പ്രൊമോഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത്, പ്രൈസ് ഡീൽസ്, ഫ്രീ ഗുഡ്സ്, ആഡ് മെറ്റീരിയൽസ്, ട്രേഡ് അലവൻസ്, അങ്ങനെയുള്ള. പിന്നെ കൺസ്യൂമർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുണ്ട്, സെയിൽ ഫോഴ്സ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത്രയാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാലൊന്നും നമുക്ക് ആവുണ്ടാവില്ല. എന്നാലും എന്ത് ചെയ്യാം, കുറച്ച് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്രത്തോളം ഏതൊക്കെ പോർഷനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
നല്ല മാർക്ക് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും എല്ലാ വിഷസും. ഓക്കെ, താങ്ക് യു.